ഒടുവിൽ കപ്പിത്താനെ കാണാനില്ല. കപ്പിത്താൻ അമേരിക്കയിലേക്ക് മുങ്ങി. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്ന് പറഞ്ഞ കപ്പൽ ഇങ്ങ് കിടന്ന് ആടി ഉലയുകയാണ്. ഇവിടെ കാറ്റും മഴയൊന്നും ഇല്ലെങ്കിലും അമേരിക്കയിൽ കപ്പിത്താൻ എത്തിയ സമയം മുതൽ കാറ്റും മഴയും കൊടുങ്കാറ്റും അഞ്ചാം പനിയും ഒക്കെയായി അമേരിക്ക ഇങ്ങനെ ആടി ഉലയുകയാണ്. എന്താണ് എന്നറിയില്ല. മാൻഡ്രാക്ക് എഫക്റ്റ് അമേരിക്കയും ബാധിച്ചോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ കപ്പലും കപ്പിത്താനും മുങ്ങിയ സ്ഥിതിക്ക് ആ കപ്പലും കപ്പിത്താനും എത്തിച്ച ചേച്ചിയുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ. 2 ദിവസമായി SFI പിള്ളേര് കിടന്ന് നടത്തുന്ന പേക്കൂത്ത് കണ്ടിട്ട് സഹിക്കാൻ കഴിയണില്ല. അമ്മച്ചിയാണ് സത്യം സഹിക്കാൻ കഴിയണില്ല. ഇവന്മാരെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, എന്തിനാണ് ഇവന്മാർ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് ഇവന്മാരിൽ ഒരുത്തനെ പിടിച്ച് ചോദിച്ചാൽ അവൻ ചെയ്യുന്നത് കണ്ട് ഞാനും ചെയ്യുന്നതാ, അവൻ വിളിച്ചു ഞാനും വന്നു, അത്ര മാത്രമേ ഇവന്മാർക്കറിയാവൂ. കോടതിയിലിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇവന്മാരെന്തിനാണ് യൂണിവേഴ്സിറ്റിക്കകത്ത് കയറി ഈ നാടകം കളിക്കുന്നതും പേക്കൂത്ത് നടത്തുന്നതും എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. VC തടയുന്നു, പോലീസിന്റെ ബാരിക്കേഡുകൾ മുറിച്ചു കടന്ന് എടുത്തു ചാടുന്നു, പോലീസ് ഏമാന്മാർ നോക്കുകുത്തികളാകുന്നു. കാരണം ഭരിക്കുന്ന സാറന്മാരുടെ കുട്ടി ഗുണ്ടകളാണല്ലോ. അപ്പോൾ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ പോലീസ് ഏമാന്മാരുടെ കാര്യം, ഈ ക്യാമ്പിലൊക്കെ കിടക്കുന്ന പിന്നെ എന്താ പറയുക, ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ പിള്ളേരാണ് പോലീസുകാരായി അവിടെ അടികൊള്ളാൻ വന്ന് നിൽക്കുന്നത്, ഈ SFI സഹാക്കൾ ഗുണ്ടകളുടെ അടികൊള്ളാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കും അടികൊള്ളുന്നതിലും ട്രാൻസ്ഫർ വാങ്ങുന്നതിലും നല്ലത് ഉമാർ എന്ത് വേണമെങ്കിലും കാണിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ളതാണ് അവരുടെ ചിന്ത. എന്തായാലും വീണ ജോർജിന്റെ ഈ കോട്ടയത്തെ പ്രശ്നങ്ങളൊന്ന് മറയ്ക്കാൻ വേണ്ടി SFI രക്ഷകരായി ഇറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ ജോർജ് കപ്പലും കപ്പിത്താനും മുങ്ങിയതോടെ വീണ ജോർജിന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അങ്കലാപ്പായിപ്പോയി. പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം അഭിനയിച്ചു. പെട്ടെന്ന് മാഡം ആശുപത്രിയിലായി. പിന്നെ ആശുപത്രിക്കകത്ത് വല്ലാത്ത പ്രശ്നങ്ങളും പരിഹാരങ്ങളും. ബിന്ദുവിൻ്റെ വീട്ടിൽ പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു. ക്യാമറാമാനെ കൈരളി ചാനലിനെ കൂടെ കൊണ്ടാണ് പോകുന്നത്. കൈരളി ചാനലിൻ്റെ മുന്നിൽ ഓരോ പിന്നെ ഷോട്ടായിട്ട് എടുക്കുന്നു. ഏതോ സിനിമയിൽ കൽപ്പന ചെയ്തതുപോലെ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും അത്തരം നാടകങ്ങളും അഭിനയമൊക്കെ കഴിഞ്ഞ് വീണ മാഡം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ മാഡത്തിൻ്റെ ഒരു പട്ടി ഷോ പുറത്തു വരുന്നത്. പ്രേക്ഷകരൊക്കെ ഇതിനു മുൻപേ അറിഞ്ഞു കാണും. ഞാൻ കുറച്ച് ദിവസം ലീവിലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഞാൻ പറയാൻ വൈകിയത്. 2-3 ദിവസം മുൻപ് വന്ന ഒരു വാർത്തയാണ്. 1-2 ചാനലുകളൊക്കെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. പട്ടി ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മന്ത്രിയാണ്, എന്നെ പരിശോധിക്കാനോ എൻ്റെ ബാഗ് പരിശോധിക്കാനോ ഇവിടെ ഏവനെങ്കിലും വളർന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ പിണറായി വിജയൻ്റെ ശിങ്കിടിയാണ്. എന്നെ തൊട്ടാൽ തൊട്ടവൻ പിന്നെ നാറാണക്കല്ലെടുക്കും എന്നുള്ളതാണ് വീണ ജോർജിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. വീണ ജോർജും ഭർത്താവും കൂടി സ്വകാര്യ യാത്രയ്ക്കായി ദുബായിലേക്ക് പോകുന്നു. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് വിമാനത്താവളമാണ്, ചെക്കിംഗ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു ബീഹാറി സ്വദേശി ഓഫീസറാണ് അവിടെ ഇരുന്നത്. അവർക്ക് വീണ ആര്, വീണയുടെ അപ്പൂപ്പൻ ആര്, ഇതൊക്കെ അവർ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇനി വീണ മാഡത്തിൻ്റെ അപ്പൂപ്പനെ വിളിച്ചതെന്ന് പറഞ്ഞ് കേസും കൊണ്ട് വരരുത്. അപ്പൂപ്പൻ അത്ര മോശപ്പെട്ട വാക്കൊന്നും അല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി മോശപ്പെട്ട വാക്കാണെങ്കിൽ ക്ഷമിച്ചേക്കുക. എന്തായാലും വീണ മാഡവും ഭർത്താവും കൂടി സ്വകാര്യ യാത്രയൊക്കെ കഴിഞ്ഞ് വിമാനത്താവളത്തിലെത്തുന്നു. ബീഹാറി സ്വദേശിയായ ഉദ്യോഗസ്ഥ പരിശോധന നടത്തുന്നു. വീണ മാഡം പതിവ് വെല്ലുവിളിയും ഭീഷണിയൊക്കെ ഉയർത്തും. നിന്നെയൊക്കെ കാണിച്ചു തരാൻ ഞാൻ ആരാണെന്ന്, എൻ്റെ കപ്പിത്താൻ ആരാണെന്നറിയാമോ? എൻ്റെ കപ്പിത്താൻ കേരളത്തെ കിടുകിടാ പറപ്പിക്കുന്ന പിണറായി വിജയനാണ്. നിന്നെയൊക്കെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് വിമാനത്താവളത്തിൻ്റെ പുറത്താക്കും. വിമാനത്താവളം തന്നെ വേണമെങ്കിൽ എനിക്ക് വേണ്ടി പൂട്ടിക്കും. അതാണ് എൻ്റെ സഹാവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബീഹാറി സ്വദേശി ചോദിച്ചാൽ ആരാണ് ഈ പിണറായി വിജയൻ, ഞങ്ങൾക്കറിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ വീണ മാഡം അങ്ങ് ഞെട്ടിപ്പോയി. അവരെ ഇതൊന്നും നോക്കിക്കൊണ്ടല്ലല്ലോ ഇരിക്കുന്നത്, അവർക്ക് അവരുടെ ജോലി ചെയ്തല്ലേ പറ്റും. മര്യാദയ്ക്ക് ബാഗ് വയ്ക്കും മാഡം, ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മാഡം അങ്ങോട്ട് തീ തിളച്ചു. ബാഗ് പരിശോധിക്കാൻ കഴിയില്ല. അപ്പോൾ ഉദ്യോഗസ്ഥർക്കൊരു സംശയം, ഈ ബാഗിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, എന്നാൽ പിന്നെ ഒന്ന് പരിശോധിച്ചിട്ട് എന്നെ കാര്യം. അങ്ങനെ അവർ പരിശോധിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. എന്തായാലും വീണ മാഡം അവിടെ നടത്തിയ പട്ടിഷോയുടെ എല്ലാം കാര്യങ്ങളും കസ്റ്റംസ് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, CCTV ദൃശ്യങ്ങൾ അടക്കം. അതായത് എപ്പോഴെങ്കിലും ഇതിൻ്റെ പേരിൽ വീണ മാഡം വല്ല വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വന്നാൽ ഇതെടുത്ത് അങ്ങ് നിരത്തി കൊടുക്കും. മാത്രമല്ല ഇതങ്ങ് ചാനലുകാർക്ക് കൊടുക്കുകയും ചെയ്യും. അതോടെ മാഡത്തിൻ്റെ പട്ടി ഷോ എന്താണെന്ന് നാട്ടുകാരും കൂടെ അറിയും. എന്തായാലും അവിടെ നിന്ന് വന്നപ്പോൾ മാഡം പറഞ്ഞു, ഈ ബാഗ് ഞാൻ എടുക്കില്ല, നീയൊക്കെ ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് വരും. ഓ ശരി മാഡം പൊക്കോ, ഞങ്ങൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 2 ദിവസമായി 3 ദിവസമായി ബാഗ് വീട്ടിലെത്തിയില്ല. അവസാനം നാണം കെട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ വിമാനത്താവളത്തിലെത്തി ആ ബാഗും കൊണ്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്
പാപ്പരാസികൾ പറയുന്നത്, നമ്മളല്ല, പാപ്പരാസികൾ പറയുന്ന കഥയാണ്. എന്തായാലും മാഡം അങ്ങനെ ഈ നാണം കെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഈ ഹോസ്റ്റലിൻ്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങൾ ഇങ്ങനെ ചികഞ്ഞ്, പ്രതിപക്ഷവും ചികഞ്ഞ് വെളിയിലിട്ട് മാഡത്തിനെ ഇങ്ങനെ അലക്കി വെളുപ്പിച്ച്, എന്താ പറയുക, ഒരു തരത്തിലും മാഡത്തിനൊന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം കപ്പിത്താനും മുങ്ങിയല്ലോ. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ടേ കപ്പിത്താൻ ലാൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും അതിനിടയ്ക്കാണ് ഇതിൽ നിന്ന് എങ്ങനെ ശ്രദ്ധ മാറ്റാം എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് എന്നാൽ ഗവർണറുടെ നെഞ്ചത്തേക്ക് കയറാം. ഇവർ വിചാരിക്കും പോലെ അല്ലല്ലോ ഗവർണർ. നെഞ്ചത്തേക്ക് ചെന്ന് കയറിയ ചുരുട്ടി മടക്കി ഒരൊറ്റ എറിയും ഗവർണർ. അദ്ദേഹം കറകളഞ്ഞ RSS കാരനാണ്, അതവർ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ പോലീസുകാരെ ഇവർ വെല്ലുവിളിക്കുന്നുണ്ട്, എറിയടാ പടക്കം, മുട്ടുപറയ്ക്കുന്നുണ്ടോടാ നിനക്കൊക്കെ എറിയാനായിട്ട്, ഞങ്ങളിതാ നെഞ്ചു വിരിച്ച് നിൽക്കുന്നു, നീയൊക്കെ ഒന്ന് എറിഞ്ഞു കാണിക്കടാ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ ബാരിക്കേഡിന്റെ മുന്നിൽ നിന്ന് ഈ പിന്നെ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ സമരമൊക്കെ നടത്തിയത് ഈ KCO ABVP ആയിരുന്നെങ്കിൽ അവന്മാർ തല്ലുകൊണ്ടൊരു ഇഞ്ച പരിവമായനെ. പക്ഷേ ഇവിടെ SFIയെ തൊടാൻ പോലീസുകാർക്ക് ഭയമാണ്. കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇവന്മാർ കാണിക്കുന്ന ആഭാസരത്തിനും തോന്നിവാസത്തിനും ഒക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഏതോ ഒരു ഓഫീസിൽ ചെന്നിട്ട്, സർക്കാർ ഓഫീസിൽ ചെന്നിട്ട് ഇപ്പോൾ ഇറങ്ങണം, ഞങ്ങൾ ഫ്യൂസ് ഊരും, ഇപ്പോൾ പണിയെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നീയൊക്കെ പോയി തരത്തി കളിക്കട എന്ന് പറഞ്ഞ് നാണം കെട്ട് നാട്ടിച്ചു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും പ്രശ്നം സർക്കാരിനുണ്ടായുമ്പോൾ യുവമാർക്ക് വിദ്യാഭ്യാസ മേഖലയെ വളർത്തണമെന്നോ, വിദ്യാർത്ഥികളെ വളർത്തണമെന്നോ, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ അഴിച്ചു പണിയണമെന്നോ ഇതൊന്നും ഈ SFIയും DYFIക്കാർക്ക് ഒരു താല്പര്യവും ഇല്ല. അവന്മാരിനി എന്തൊക്കെ നാടകം കളിച്ചാലും സത്യം ഇതാണ്, അവന്മാർക്ക് ഒരു താല്പര്യവുമില്ല. വിദ്യാഭ്യാസ മേഖല എങ്ങനെ കുളം തോണ്ടാം എന്നാണ് ഇവന്മാർ ഓരോ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സിൻഡിക്കേറ്റിലൊക്കെ ഇവന്മാരുടെ ആളുകൾ ഇരുന്നത് കൊണ്ട് എന്ത് നടക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചടിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴത്തെ ആർലേക്കറും. അപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. കാരണം പഠിച്ച് പരീക്ഷ എഴുതിയാലേ ജയിക്കൂ, അല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലായി. അതോടുകൂടി അങ്ങ് ഇളകി. പിന്നെ സർക്കാരിന് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അപ്പോൾ ഗവർണറുടെ നെഞ്ചത്തോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി VCയുടെ നെഞ്ചത്തോ ഇട്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് സമരവുമായി, പഠിപ്പ് മുടക്ക് സമരവുമായി രംഗത്തെത്തും. എന്തിനാണ് പഠിപ്പ് മുടക്കണമെന്ന് ചോദിച്ചാൽ യവന്മാർക്ക് പോലും അറിയില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സത്യത്തിൽ SFI കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാര്യം അവന്മാർ ചെയ്തിട്ടില്ല. കോളേജിൽ പിള്ളേര് SFIക്കൊപ്പം നിന്നില്ലെങ്കിൽ അവന്മാരുടെ ജീവന് തന്നെ ഭീഷണിയാണ്, പഠിക്കാൻ കഴിയില്ല. ഇവർക്കെതിരെ ഒരു വാക്ക് മിണ്ടിയാൽ പിന്നെ ആ വിദ്യാർത്ഥിയുടെ അവസ്ഥ അധോഗതിയാണ്. പിന്നെ ഒരു പെൺകുട്ടി തന്നെ SFIയിലെ ഒരു നേതാവിനെ കുറിച്ച് വന്ന് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് എൻ്റെ നെഞ്ചിന്റെ പല ഭാഗത്തും കൈകൾ കൊണ്ട് അമർത്തിയതിൻ്റെ നഖത്തിൻ്റെ പാടുകളുണ്ട് എന്ന് ഒരു പെൺകുട്ടി വന്ന് പറയുന്നതിൻ്റെ, മാത്രമല്ല കൊടികെട്ടാനും ഇവന്മാർക്ക് മുദ്രാവാക്യം വിളിക്കാനും കഷ്ടപ്പെട്ട അച്ഛനമ്മമാർ വിടുന്ന പിള്ളേരെ ഇതിലേക്ക് വലിച്ചിഴച്ച് അവരുടെയൊക്കെ ജീവിതങ്ങൾ ഇല്ലാതാക്കുക. സിദ്ധാർത്ഥന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. വെള്ളം പോലും കൊടുക്കാതെ ഇഞ്ച പരുവമാക്കിയാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പിന്നെ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത്. എന്ത് നേട്ടമാണ് SFI കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്ത് കാര്യമാണ് SFI ഇവിടെ ചെയ്തിട്ടുള്ളത്? ഈ പേക്കൂത്ത് നടത്തി കേരളത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതിനപ്പുറം എന്ത് തേങ്ങയാണ് അവന്മാരിവിടെ കാണിക്കുന്നത്?